അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ തെറ്റുകളെക്കുറിച്ചിട്ട് ഉത്ബോധനം ചെയ്യുന്നുള്ളവർക്കാണ് വിജയം. അതായത് ആരാണ് തൗബ ചെയ്യുന്നത് അവരെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. തൗബ ചെയ്യുന്നവരങ്ങേറ്റം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പം മനുഷ്യർ തെറ്റ് ചെയ്യുന്ന അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ടാണ് തൗബ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഗുണങ്ങളിൽ വെച്ച് ഗഫാറും ഗഫൂർ എന്നുള്ള സിഫത്തുണ്ട് അള്ളാഹ്ക്ക്. അത് അള്ളാഹിൻ്റെ ഗുണമാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവൻ. അത്രമാത്രം തെറ്റ് ചെയ്യുന്ന അള്ളാഹ് പുറത്തിരുവൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫർ അള്ളാഹ് നൽകിയിട്ട് എന്തിനാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാ? അപ്പം നമ്മൾ ഒരു തെറ്റായി സ്വയം വിലയിരുത്തുന്നവർക്കാണ് വിജയം. അതായത് സ്വയം തെറ്റ് വിലയിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് ഏറ്റവും വലിയ ഹൈറാണ്. ഇനി മറ്റുള്ളവർ തെറ്റായി കാണിച്ചു തരുമ്പോൾ തിരുത്താണെങ്കിൽ മാഷാ അല്ലാഹ് അവർക്കും വിജയം തന്നെയാണ്. കാരണം അവർ ഖൽബ് തൗബയിലേക്ക് പോയി. ഞാൻ ചെയ്ത തെറ്റാണെന്ന് അള്ളാഹിനോട് തൗബ ചെയ്യാണ്. അള്ളാഹു എനിക്ക് തെറ്റ് പറ്റിപ്പോയി, അല്ലാതെ തെറ്റ് പറ്റുന്നുണ്ട്. ഈ ഒരു മൈൻഡിലാണ് ജീവിക്കുന്നതെങ്കിൽ അവന് വിജയിക്കും, അവന് പരാജയപ്പെടില്ല. നേരെ മറിച്ചിട്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര നന്മ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ തെറ്റ്, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, അതിപ്പോഴത്തെ കാലല്ലേ, അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ, അപ്പോൾ അങ്ങനെ എല്ലാവരും തെറ്റൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്നൊരു സ്വഭാവമുണ്ട് ഒരു കൂട്ടർ. ഇവർക്കാണ് ഉറപ്പിച്ചോളും. ഞാനാണെങ്കിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള സ്വഭാവക്കാരുണ്ടെങ്കിൽ വല്ലാഹി അവന് ഉറപ്പായിരുന്ന നരകത്തിലേക്ക് ടിക്കറ്റാണ്. കാരണം അത് അഹങ്കാരത്തിൻ്റെ സ്വഭാവമാണ്. അഹങ്കാരത്തിൻ്റെ സ്വഭാവം എന്താണ്? എന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ചിന്ത വരുത്താണ്. അതായത് നമ്മൾ സ്വയം എന്തെങ്കിലും ഉണ്ട് എന്നുള്ള, അത് ഇത് വെറുപ്പുകൊണ്ട് പറയല്ല കേട്ടോ ഒരാളോട്. അപ്പോൾ പല വിഷയങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട ചില വ്യക്തികളിൽ നിന്ന് കണ്ട വിഷയങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത്, ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ എനിക്ക് വേറൊരു ലക്ഷ്യമില്ല. അപ്പോൾ ചില വിഷയങ്ങൾ ചിലവർ സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് യാതൊരു കൂസലുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട്? അള്ളാഹിനെ ഭയക്കുന്ന ഒരാളെങ്കിൽ, ഈ പറഞ്ഞ പോലെ സ്വയം തെറ്റുകാരനെന്നുള്ള ബോധമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങും, പിന്നെ ആ തെറ്റ് പിന്നെ ആവർത്തിക്കില്ല. കാരണം അതൊക്കെ ഒരു തരം ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തെറ്റുകളാണ്. തെറ്റുകൾ പലതരമുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോകുന്ന തെറ്റുണ്ട്, സ്വന്തം നഫ്സിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുണ്ട്, പിന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതായത് അന്യ സ്ത്രീ പുരുഷന്മാരെ സ്റ്റാറ്റസ് വെക്കൽ, അല്ലെങ്കിൽ മാരേജ് ഫങ്ഷൻ, അങ്ങനെ പല ഫങ്ഷനുകളിൽ. ഇതൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുമാതിരി വൃത്തികെട്ട തെറ്റുകളുടെ